സ്നേഹനിധിയായ അധ്യാപകനെ തേടി കാതങ്ങൾ താണ്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കുറ്റിപ്പുറത്ത്. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഡോക്ടർ അബ്ദുൾ ജബ്ബാറിനെ കാണാനാണ് ആര്യ രാജേന്ദ്രൻ കുറ്റിപ്പുറത്തെത്തിയത്. ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് 2017 ആര്യ മികച്ച പുനർജനി കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 27 വർഷത്തെ സ്നേഹസമ്പന്നമായ കരിയറിനൊടുവിൽ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ ഈ മാസം വിരമിക്കുകയാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ഡോക്ടർ അബ്ദുൾ ജബ്ബാറിനെ നൽകിയ യാത്രയയപ്പിലേക്കാണ് അതിഥിയായി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ എത്തിയത്. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന യാത്രയയപ്പ് പരിപാടിയിൽ എത്തിയവർക്ക് വിത്ത് നൽകിയാണ് ഡോക്ടർ അബ്ദുൾ ജബ്ബാർ സ്വീകരിച്ചത്. വിത്ത് വിതരണോദ്ഘാടനം നിർവഹിക്കുകയും പരിപാടിയിൽ പൂർണ്ണസമയം പങ്കെടുത്ത ശേഷവുമാണ് ആര്യ രാജേന്ദ്രൻ മടങ്ങിയത്. നാഷണൽ സർവീസ് സ്കീം മുൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയായ ഡോക്ടർ ജബ്ബാറിന്റെ ശിക്ഷണത്തിലാണ് 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന മെഗാ പുനർജനി ക്യാമ്പിലെ മികച്ച പുനർജനി കേഡറ്റായി ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. സാമൂഹിക പ്രവർത്തന രംഗത്തെ മികവ് മനസ്സിലാക്കിയ സ്നേഹമയിയായ അധ്യാപകനുമായുള്ള ബന്ധം ഇക്കാലമത്രയും ആര്യ ഊഷ്മളമായി കൊണ്ടു നടന്നു. സാർ വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ കാണുകയും ആ കാര്യങ്ങളെ ഫലപ്രദമായി NSSന്റെ ഭാഗമായി തന്നെ ചിട്ടയായ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിൽ നമ്മളെ എല്ലാം മുന്നോട്ട് നയിക്കുന്നതിൽ സാർ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അങ്ങനെ ക്യാമ്പ് തുടങ്ങി രാവിലെ എക്സസൈസും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട്, ക്യാമ്പിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. എല്ലാം തീരുമാനിച്ച സമയപ്രകാരമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു കാര്യം ചിട്ടയായി കാര്യങ്ങൾ ചെയ്യുക എന്നത് NSSന്റെ ഭാഗമായി കൂടി ഉണ്ടാകുന്നതാണ്. അങ്ങനെ ചിട്ടയായി കാര്യങ്ങൾ ചെയ്യാൻ സാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഈ പുനർജനി ക്യാമ്പിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു. അതികഠിനമായി തോന്നുന്ന ചില പ്രവൃത്തികൾ പോലും വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഞാനിപ്പോഴും എൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഞാൻ ഓർക്കുന്ന കാര്യം, ഞാൻ ആദ്യമായി ഒരു ഡെഡ് ബോഡി കാണുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്താണ്. അച്ഛനൊക്കെ ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. ഇന്നിപ്പോൾ സ്ഥിരം നമുക്കത് കാണണം, നമ്മുടെ ദൈനംദിന കാര്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ 2017 ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെഡ് ബോഡി കാണുക, ആദ്യമായി ഒരു ഡെഡ് ബോഡി കാണുക എന്നത് ഒരുപക്ഷെ അത്ര എളുപ്പമുള്ള കാര്യമായി ഞാൻ കരുതുന്നില്ല. 2009 മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ ഇദ്ദേഹം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. 2016-17 തിരുവനന്തപുരം LBS എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനകാലത്ത് NSS വോളണ്ടിയറായിരുന്നു ആര്യ രാജേന്ദ്രൻ. കേരള വിഷൻ, കുറ്റിപ്പുറം.